ചാവറ അച്ഛനാണ്. ഓക്കെ, ചാവറ അച്ഛൻ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. ഓക്കെ, അത്യാവശ്യം നല്ല കിടിലം പേരുള്ള ഒരു മനുഷ്യനാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. ഓക്കെ, അപ്പോൾ ഈ ചാവറ അച്ഛൻ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ള ഒരു പേര് ചാവറ അച്ഛൻ എന്നാണ്. ഈ പുള്ളിയെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യം നമ്മൾ മെയിൻ ആയിട്ടും നമ്മൾ ഓർത്തിരിക്കണം. പുള്ളി ഏറ്റവും പ്രധാനമായിട്ടും നവോത്ഥാനത്തില് ഏറ്റവും അദ്ദേഹം നവോത്ഥാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം വിദ്യാഭ്യാസം കൊടുക്കുക, പട്ടിണി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഐഡിയോളജി അനുസരിച്ച് വിദ്യാഭ്യാസം കൊടുക്കുക, പട്ടിണി മാറ്റുക, ഇത് രണ്ടുമായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് നവോത്ഥാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴ് ഒരു മിനിറ്റ് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പോവർട്ടി ഇറാഡിക്കേഷനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അദ്ദേഹം ജനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1805 അദ്ദേഹം ജനിക്കുന്നത് 1805 ആലപ്പുഴ ജില്ലയിലാണ് ജനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നോട്ട് ചെയ്ത് പഠിക്കുക. കൈനഗരി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. ഓക്കെ, ആലപ്പുഴ ജില്ലയിലെ കൈനഗരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? ചാവറ അച്ഛൻ ജനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഞാനൊക്കെ മുമ്പ് വിചാരിച്ചിരുന്നത് ചാവറയിലാണ് പുള്ളി ജനിച്ചിരുന്നതെന്നാണ്. അല്ല, ചാവറ അച്ഛൻ ജനിക്കുന്നത് എവിടെയാണ്? കൈനഗരിയിലാണ്. ഓക്കെ, ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിലാണ്. അദ്ദേഹം കത്തോലിക് പ്രീസ്റ്റ് ആണ്. അതത്ര റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, എന്നാലും അദ്ദേഹം ഒരു കത്തോലിക് പ്രീസ്റ്റ് ആണ്. ഇന്ത്യൻ കത്തോലിക് പ്രീസ്റ്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ചാവറ അച്ഛൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ. കൈനഗരി, ആലപ്പുഴയിലാണ് അദ്ദേഹം ജനിച്ചത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാർ ചെയ്ത് വെച്ച് പഠിച്ചുകൊള്ളണം. ഓക്കെ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൈനഗരി. ഓക്കെ, അദ്ദേഹം ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിറ്ററസി, ഫാദർ ഓഫ് ലിറ്ററസി കേരള, ഓക്കെ, എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ചാവറ അച്ഛനാണ്. ഓക്കെ, അതും നല്ല ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ചാവറ അച്ഛനാണ്. ഓക്കെ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് നമ്മുടെ ലിറ്ററസി, നമ്മുടെ സാക്ഷരതയുടെ പിതാവ്, കേരളത്തിന്റെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ചാവറ അച്ഛനാണ്. ഓക്കെ, പിന്നെന്താണ് നമ്മുടെ കത്തോലിക് സാൻസ്ക്രിറ്റ് സ്കൂള് മന്നാനം. ഈ ഒരു സ്ഥലം ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മന്നാനം എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആണ്. മന്നാനത്ത് അദ്ദേഹം എന്ത് തുടങ്ങി? ഫസ്റ്റ് കത്തോലിക് സാൻസ്ക്രിറ്റ് സ്കൂൾ തുടങ്ങി. ഓക്കെ, കത്തോലിക് സാൻസ്ക്രിറ്റ് സ്കൂൾ തുടങ്ങി, മന്നാനത്ത് തുടങ്ങി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ മന്നാനത്താണ് അദ്ദേഹം എന്ത് തുടങ്ങിയത്? കത്തോലിക് സാൻസ്ക്രിറ്റ് സ്കൂൾ തുടങ്ങിയത്. ഓക്കെ, 1805 കൈനഗരി ജനിച്ചു, ഇന്ത്യൻ കത്തോലിക് പ്രീസ്റ്റ് ആയിരുന്നു, കേരളത്തിന്റെ എന്തായിരുന്നു? ലിറ്ററസിയുടെ ഫാദർ അല്ലെങ്കിൽ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ്. അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അതൊരു എന്താണ്, ഒരു ഫൗണ്ടേഷൻ കൂടെ ആയിരുന്നു ഈ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പോവർട്ടി ഇറാഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതായിരുന്നു CMI എന്ന് പറയുന്നത്. CMS അല്ല, CMI എന്ന് പറയുന്നത്. ഓക്കെ, കാർമലൈറ്റ്സ് മേരി ഇമാക്കുലേറ്റ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ അതൊന്ന് CMI ചർച്ചിന്റെ ഫൗണ്ടർ ആരാണെന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. ഓക്കെ, അപ്പൊ കാർമലൈറ്റ്സ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, കാർമലൈറ്റ്സ് മേരി ഇമാക്കുലേറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അദ്ദേഹം ജനിച്ച സ്ഥലം കൈനഗരി എന്നുള്ളതാണ്. രണ്ടാമത്തത് ലിറ്ററസിയുടെ ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള എന്നറിയപ്പെടുന്നതാണ്, അല്ലെങ്കിൽ കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറ അച്ഛനാണ്. പിന്നെ മന്നാനം എന്ന് പറയുന്ന സ്ഥലം നോട്ട് ചെയ്ത് വെക്കുക. മന്നാനം ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള സ്ഥലമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്തത് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള എന്താണ്, ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പള്ളിക്കൂടം എന്ന് പറയുന്ന സംഭവം. നമ്മളിപ്പോ പള്ളിക്കൂടം എന്ന് പറയത്തില്ലേ, സ്കൂളിനെ പള്ളിക്കൂടം എന്ന് പറയത്തില്ലേ? സ്കൂളിനെ പള്ളിക്കൂടം എന്ന് പറയാനായിട്ടുള്ള ആ ടേം വരാൻ തന്നെ കാരണം നമ്മുടെ ഈ ചാവറ അച്ഛനാണ്. ഓക്കെ, പള്ളിക്കൂടം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ഒരു പേര് വരാൻ തന്നെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ്, സ്കൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിദ്യാലയം എന്ന് പറയുന്നത് അദ്ദേഹം എന്തിനോട് ചേർന്ന് വെച്ചു? പള്ളികളോടുമായിട്ട് ചേർന്ന് വെച്ചു. എന്നിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്തു. ഓക്കെ, ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്തു. അതുകൊണ്ടാണ് ഈ പള്ളിക്കൂടം എന്നുള്ള പേര് വരുന്നത്. ഓക്കെ, അതായത് ചർച്ചിനോട് ചേർന്ന് എന്ത് കൊടുത്തു? ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുത്തു. അതാണ് ഈ പള്ളിക്കൂടം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരാൻ കാര്യം. ഓക്കെ, ഇപ്പൊ ലിറ്ററസി മിഷന്റെ ഫാദർ ആവുന്നതിന്റെ കാര്യം മനസ്സിലായല്ലോ. ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുത്തു, പള്ളിയോട് ചേർന്ന് കൊടുത്തു. ഓക്കെ, അതുകൊണ്ട് പള്ളിക്കൂടം എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നു. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ചാവറ അച്ഛൻ. ചാവറ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര നമുക്ക് ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല.
പള്ളിക്കൂടം എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് എന്തുകൊണ്ട് വന്നു? പള്ളികളോട് ചേർന്ന് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്തു. ഓക്കെ, ആര് കൊടുത്തു? ചാവറയച്ചൻ കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെന്ന് പറയുന്നു? ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള. കേരളത്തിന്റെ ലിറ്ററസി സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും നമ്മുടെ ഈ പള്ളി എന്താണ് നമ്മുടെ ചാവറയച്ചനാണ്. ഓക്കെ, അതുകൊണ്ട് അതേപോലെ തന്നെ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു പോവർട്ടി ഇറാഡിക്കേഷൻ മിഷനും അദ്ദേഹം കൊണ്ടുവന്നു. ഓക്കെ, പോവർട്ടി ഇറാഡിക്കേഷൻ മിഷനായിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ് പിടിയേരി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പിടിയേരി സിസ്റ്റം അതായത് എന്താണ് നമുക്ക് ആവശ്യം ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് എക്സസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ അരി സാധനങ്ങളായാലും പിടിയേരി അതെന്ന് വെച്ചാൽ ഒരു പിടിയായാലും നമുക്ക് എത്ര ആഹാര സാധനങ്ങൾ നമുക്ക് എക്സസ് ആയിട്ടുണ്ടെങ്കിലും മറ്റൊരാളുടെ പട്ടിണി മാറ്റാനായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് അദ്ദേഹം കളക്ഷൻ പോയിന്റ്സുകൾ വെച്ചു. ഓക്കെ, പള്ളിയോട് ചേർന്നും ഒക്കെ ആയിട്ട് കളക്ഷൻ പോയിന്റ്സ് വെച്ചു. അതാണ് പിടിയേരി സിസ്റ്റം എന്ന് പറയുന്നത്. അതൊരു പോവർട്ടി ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിരുന്നു എന്ന് പറയുന്നത് പിടിയേരി സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ പള്ളിക്കൂടം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിടിയേരി സിസ്റ്റം എന്ന് പറയുന്നത് പോവർട്ടി ഇറാഡിക്കേഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പിടിയേരി സിസ്റ്റം ഇത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ പിടിയേരി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിടിയേരി സിസ്റ്റത്തിന്റെ എന്താണ് കൊണ്ടുവന്നത്, അതിന്റെ വക്താവ് ആരെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ചാവറയച്ചനാണ്. ഓക്കെ ആണല്ലോ. പിന്നെ അദ്ദേഹത്തിന് എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇതിന്റെ ലിറ്ററസിയുടെ ഫാദർ എന്ന് പറയുന്നതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നു. ആദ്യമായിട്ട് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവരുന്നതും ആരാണ്? അദ്ദേഹമാണ്. ഫോറിൻ സപ്പോർട്ട് ഇല്ലാതെ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നു. മന്നാനത്താണ് കൊണ്ടുവരുന്നത്. ഓക്കെ, മന്നാനം വീണ്ടും ഇമ്പോർട്ടന്റ് ആയ മന്നാനത്താണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഓക്കെ, മന്നാനത്താണ് കൊണ്ടുവരുന്നത്. അദ്ദേഹം അവിടെ ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനപീയൂഷമാണ്. ഓക്കെ, അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർ ചെയ്തിട്ട് പഠിച്ചോ. ജ്ഞാനപീയൂഷം ആരാണ്? ചാവറയച്ചന്റെ പുസ്തകമാണ്. എവിടെ കൊണ്ടുവന്ന? മന്നാനത്ത് അദ്ദേഹം ആദ്യമായിട്ട് ഫോറിൻ സപ്പോർട്ട് ഇല്ലാതെ കൊണ്ടുവന്ന പ്രിന്റിംഗ് പ്രസ്സിൽ പ്രിന്റ് ചെയ്ത ബുക്കാണ് ജ്ഞാനപീയൂഷം എന്ന് പറയുന്നത്. ഓക്കെ, ജ്ഞാനപീയൂഷം. ഓക്കെ,